إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമാകുന്ന വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പ്രാവർത്തികമാക്കി പാലിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുന്ന സന്മാർഗികളായ സൽക്കർമ്മകാരികളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരുമിച്ച് ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുന്ന, അവന് പരിപൂർണമായി വിധേയപ്പെടുന്ന ദാസീദാസന്മാരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ ഏറ്റവും അവസാനത്തെ ആയത്താണ് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓതിക്കേൾപ്പിച്ചിട്ടുള്ളത്. അടിമകളും ഉടമയും തമ്മിലുള്ള ബന്ധം, സൃഷ്ടാവിനോട് സൃഷ്ടികൾക്കുള്ള ബന്ധം, വിശിഷ്യ വിശ്വാസികളായ നമുക്ക് ഏത് സമയത്തും അഭേദ്യമായി അതിശക്തമായി നിലനിർത്തേണ്ടത് ഏറ്റവും വലിയ ഇബാദത്താകുന്ന പ്രാർത്ഥനയിലൂടെയാണ്. നമുക്കറിയാം, നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന ഒരർത്ഥത്തിൽ ഏറെ അനുഭൂതിയുള്ള അവസരമാണ് റബ്ബുമായുള്ള പ്രാർത്ഥനാ സന്ദർഭം എന്ന് പറയുന്നത്. നമ്മുടെ ഏത് ആവശ്യങ്ങളും, ഏത് അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും, ഏത് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ എല്ലാം കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്ന പടച്ച റബ്ബിൽ ഭരമേൽപ്പിക്കുകയും അവനോട് മാത്രം ചോദിക്കുകയും ചെയ്യുമ്പോൾ അതിൽ വലിയൊരു സമാശ്വാസം തീർച്ചയായും നമുക്ക് ലഭിക്കും. ഇനി അത് നിർവഹിക്കാതെ ആരാണോ മാറി നിൽക്കുന്നത് എങ്കിൽ അവരാണ് അള്ളാഹുവിന്റെ കണക്കിലും കണ്ണിലും ഹതഭാഗ്യരാകുന്ന ആളുകൾ. 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ അവസാന ഭാഗത്തുള്ള ഈ സൂക്തം നമ്മെ അറിയിക്കുന്നത് അതാണ്. പ്രവാചകരെ, താങ്കൾ പറയുക, മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നു എങ്കിൽ, നിങ്ങൾ പടച്ച റബ്ബിനോട് ചോദിച്ച കാര്യങ്ങൾ വാങ്ങുന്നില്ല എങ്കിൽ, അള്ളാഹുവിലേക്ക് മാത്രം നിങ്ങൾ കരങ്ങൾ ഉയർത്തുന്നില്ല എങ്കിൽ, അങ്ങനെ റബ്ബിന് വിനയാന്യതരായ അടിമകളാണ് എന്നും ജീവിതത്തിൽ നിസ്സഹായരായി മാറുന്നവരാണ് നിങ്ങൾ എന്നും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ യജമാനനായ ഗനിയായ ഫഖീറായ പടച്ച റബ്ബിനോട് ചോദിക്കുവാനുള്ള സന്നദ്ധതയും സമയവും സന്മനസ്സും നിങ്ങൾ കാണിക്കുന്നില്ല എങ്കിൽ അള്ളാഹു നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്? നിങ്ങളുടെ വിഷയം അള്ളാഹു എങ്ങനെ പരിഹരിക്കാനാണ്?
ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ. എന്നെന്നും ജീവിച്ചിരിക്കുന്ന മരണമോ മയക്കമോ മറവിയോ ഇല്ലാത്ത പടച്ചറബ് ഉണ്ടായിട്ടും അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കാതെ അവനിലേക്ക് മടങ്ങാതെ ഫഖദ് കദ്ദബ്തും നിങ്ങൾ വ്യാജമാക്കുകയാണ്. നിങ്ങൾ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി മറ്റു പല മാർഗങ്ങളും തേടി അന്വേഷിക്കുകയാണ്. ഫസൗഫ യകൂനു ലിസാമാ, അതിലൂടെയാണ് നിങ്ങളുടെ കഷ്ടനഷ്ടങ്ങളും ആത്യന്തികമായ ശിക്ഷയിൽ ചെന്ന് നിങ്ങൾ പതിക്കുകയും ചെയ്യുന്നത്. നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യർ എന്ന നിലക്ക് ജീവിതത്തിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, അതേപോലെ തന്നെ ശാരീരികമായ വിഷയങ്ങൾ, ആരോഗ്യരംഗത്ത്, മറ്റു ഉപജീവനവുമായി ബന്ധപ്പെട്ട കാര്യം, ഒരു മനുഷ്യൻ നിരവധി ആഗ്രഹങ്ങളിലൂടെയാണ് ദിനം പ്രതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാകാതെ വരുന്ന സമയത്ത് പല രൂപത്തിലുള്ള മാർഗങ്ങളിലേക്ക് മനുഷ്യൻ ചെന്ന് പതിക്കും. ഇപ്പൊ ഈ അടുത്ത് ഹത്തറസ്, യുപിയിലെ ഹത്തറസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാൾ ദൈവത്തിന്റെ സമീപത്ത് കൂടിയിട്ടുള്ള ആളുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ്. അവരൊക്കെ എന്തിനു വേണ്ടി വന്ന ആളുകളാണ്. പിരിഞ്ഞു പോകുന്ന സമയത്ത് ആ മനുഷ്യന്റെ പാദം സ്പർശിച്ച മണ്ണ് വാരിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ആവേശം കാണിച്ചു. 120-ലധികം ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി, അവർ മരിച്ചു പിരിയുകയുണ്ടായി. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. നമുക്കിടക്കും തന്നെ നമ്മളിൽപ്പെട്ട പല ആളുകളും ജീവിത പ്രയാസങ്ങൾക്കിടക്ക് പലയിടങ്ങളിൽ പലപ്പോഴായി കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഹാത്രസിൽ ആൾ ദൈവത്തിന്റെ അടുത്തേക്കാണ് എങ്കിൽ നമ്മുടെയൊക്കെ നാടുകളിൽ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക്, സിദ്ധന്മാരുടെ അടുത്തേക്ക്, കൈനോട്ടക്കാരുടെ അടുത്തേക്ക്, അതേപോലെ തന്നെ ജാറങ്ങളിലേക്ക്, മക്ബറകളിലേക്ക്. 2 ദിവസം മുമ്പ് പത്രത്തിൽ വായിക്കുകയുണ്ടായി, മമ്പുറം നേർച്ചക്ക് കുടി ഉയർന്നു എന്നാണ് വാർത്ത. എന്തിനാണ് മമ്പുറം നേർച്ച? എന്താണ് CM മക്കാമിലെ നേർച്ച? പുതിയങ്ങാടി നേർച്ച, കാസർഗോഡ് നേർച്ച, മംഗലാപുരം, ഏർവാടി, ഇങ്ങനെ കബറുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസുകളൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യ ജീവിതത്തിലെ നിസ്സഹായമായ അവസ്ഥകള്, പല പ്രയാസങ്ങളും പലർക്കുമുണ്ട്. ഇതൊക്കെ ദൂരീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചില ചപ്പടി വിദ്യകൾ, കാര്യങ്ങൾ ചില ആളുകൾ കാണിച്ചു കൊടുക്കുകയാണ്. അതെല്ലാ മതങ്ങളിലും പല വേർഷനുകളായി, പല രൂപങ്ങളിലായി ഈ ചൂഷണം, അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോയി ഞാനൊന്ന് തുറന്നു പറഞ്ഞാലാണ് എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക? മക്കളുമായി ബന്ധപ്പെട്ട വിഷയം, കച്ചവടം, അത് നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോകാത്ത അവസ്ഥ. എത്ര മാറ്റി റൂമുകൾ മാറി സ്ഥലം മാറി തുറന്നാലും ശരിയാകണില്ല. വീടെടുത്തു, വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ പല വിധത്തിൽ ആദികൾ അതിന് പലരെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോവുകയാണ്. ഹറമിനസമ, ആകാശത്ത് നിന്ന് വീണവരെ പോലെ ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്. പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോകും, പൗരോഹിത്യം റാഞ്ചിക്കൊണ്ടുപോകും, ജ്യോത്സ്യന്മാർ റാഞ്ചിക്കൊണ്ടുപോകും, പല ആളുകളും റാഞ്ചിക്കൊണ്ടുപോകാൻ. ഇന്ന സ്ഥലത്തേക്ക് വരും, നിങ്ങൾക്ക് പരിഹാരമുണ്ട്. എന്നിട്ട് അവിടങ്ങളിലേക്കോ സാധാരണക്കാരായ പാമരായിട്ടുള്ള ആളുകൾ അങ്ങനെ അവരുടെ സന്മാർഗം, അവരുടെ സമ്പത്ത്, അവരുടെ ജീവൻ വരെ, ജീവിതം വരെ, സമയം എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അതിന് ഇസ്ലാമിക സമൂഹത്തിലാണെങ്കിൽ ചില ഖബറുകൾ കേന്ദ്രീകരിച്ച് വലിയ എന്ന പേരിട്ടിട്ടുണ്ടാകും. വലിയ എന്ന പേരാണ് ചാർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ വലിയ നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊള്ളുമെന്ന് വിചാരിക്കുകയാണ്. കാരണം സോഷ്യൽ മീഡിയകളിലൂടെ അനുസ്യൂതം, അനവരതം എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ ആ വലിയകളെ കുറിച്ച്, വലിയകൾ എന്ന് പറയപ്പെടുന്ന ആളുകളെ കുറിച്ചുള്ള വിശേഷണങ്ങൾ സാധാരണക്കാരായ ആളുകളിലേക്ക് ഇങ്ങനെ കൊടുക്കാൻ, അത് നെറുനിലാവ് എന്നും അതേപോലല്ലാത്ത നിലാവും എന്ന് പറഞ്ഞുകൊണ്ട്, എന്നിട്ട് അതിന്റെ വക്താക്കൾക്ക് വരെ അത് യാഥാർത്ഥ്യമില്ലാത്തതാണ്, അത് നിങ്ങൾ അതിലേക്ക് പണമടക്കരുത്, അത് നിങ്ങൾ കേൾക്കരുത് എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള ആളുകളിലെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ തന്നെ പ്രസ്താവന ഇറക്കേണ്ടി വരികയാണ്. അപ്പൊ നിങ്ങൾ എന്താണ് അവിടെ കുഴപ്പമുണ്ടായത്? ഇത് വിശദീകരിക്കണില്ല. ഇങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകൾ ഇതിലേക്കൊക്കെ കാത്തിരിക്കുകയാണ്. ഹൈന്ദവരായ ആളുകളാണെങ്കിൽ അവരുടെ രാശി നോക്കി നക്ഷത്രങ്ങൾ നോക്കുകയാണ്. എന്നൊരു ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോകാൻ, ചില അമ്പലങ്ങളിലേക്ക് മുസ്ലിങ്ങൾ വരെ പോവുകയാണ്, ചില ജാറങ്ങളിലേക്ക് അമുസ്ലിങ്ങൾ വരാൻ, എന്നൊരു ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ. അമ്പലത്തിലേക്ക് മുസ്ലിങ്ങൾ പോകുമ്പോൾ അവിടെ കാണിക്ക അർപ്പിക്കുന്ന സമയത്ത് മതേതരത്വ പൂത്തുലയും, അതേപോലെ തന്നെ നേർച്ചപ്പറമ്പുകളിൽ വന്ന് ഒരു പച്ചക്കൊടി അങ്ങോട്ടും ഇങ്ങോട്ടും വീശിക്കഴിഞ്ഞാൽ നാട്ടിൽ മതസൗഹാർദ്ദം ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള പല ചിന്താഗതികൾ. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി മനുഷ്യൻ ആവശ്യക്കാരനാണ്. കാരണം മനുഷ്യ ജീവിതം അങ്ങനെയാ. അത് അള്ളാഹ് പറഞ്ഞു വെച്ചിട്ടുണ്ട് 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 15-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്നാ പറഞ്ഞത്, വിശ്വാസികളെ എന്നല്ല, മുസ്ലിങ്ങളെ എന്നല്ല. കാരണം എല്ലാ മനുഷ്യരും, എല്ലാ മതവിഭാഗങ്ങളിലും
പൗരോഹിത്യത്തിന്റെ ചൂഷകന്മാരുടെ ആത്മീയ ചൂഷണത്തിന്റെ കെടുതിയിൽ പല രൂപത്തിൽ അകപ്പെടും. അതിന്റെ പരിഹാരം പടച്ചറപ്പ് പറഞ്ഞു തരാം. അതുകൊണ്ടാണ് മനുഷ്യരെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിൽ ഈ സൂക്തം അഭിസംബോധന ചെയ്യുന്നത്. കാരുണ്യകാതലായ പടച്ചറപ്പ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ പടച്ചറബിലേക്ക് ആവശ്യമുള്ള ഫക്കീറന്മാരാണ്. നിങ്ങൾ ഔലിയാക്കളിലേക്ക് ആവശ്യമുള്ള ഫക്കീറന്മാരാണ് എന്നല്ല പറഞ്ഞത്. നിങ്ങൾ മലക്കുകളിലേക്ക് ആവശ്യമുള്ള ഫക്കീറന്മാരാണ് എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ആൾദൈവങ്ങളിലേക്ക് ആവശ്യമുള്ള ഫക്കീറന്മാരാണ് എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഖബറിലേക്ക് പോകേണ്ടവരാണ് എന്നല്ല പറഞ്ഞത്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ ഫക്കീറന്മാരാണ്. സാമ്പത്തിക വിഷയത്തിൽ, ആരോഗ്യ വിഷയത്തിൽ, ടെസ്റ്റിന്റെ റിസൾട്ട് കയ്യിൽ കിട്ടിയപ്പോ, അതേപോലെ തന്നെ മറ്റുള്ള പല കുടുംബ വിഷയങ്ങളിലൊക്കെ നിങ്ങൾ ഫക്കീറന്മാരാണ്. നിങ്ങൾ മാനസികമായി ദൗർബല്യമുള്ളവരും ദരിദ്രരുമാണ്. നിങ്ങളുടെ മനസ്സിന്റെ തേട്ടം തീർച്ചയായിട്ടും എനിക്കറിയാം. അല്ലാഹു പറയാ, വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, നിങ്ങളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയും. നമ്മെ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മെ സൃഷ്ടിച്ച നാഥന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ അറിയാം. അത് ഹലാലാണ് എങ്കിൽ അവൻ നമുക്കത് സാധിപ്പിച്ചു തരും. നൽകുന്നില്ല എങ്കിൽ അവരിലേക്ക് അടുക്കാനുള്ള വിശുദ്ധമായ ഇസ്ലാമിക ജീവിതത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. എന്നിട്ട് റബ്ബിനോട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കണം. തീർച്ചയായും അവൻ നൽകും. അതല്ലാതെ അതിനുവേണ്ടി മറ്റു മാർഗങ്ങളിലേക്ക് ചെന്നുപോയി നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത്. ഹറാമുകളിലേക്ക് പോവുകയല്ല വേണ്ടത്. ശിർക്കിലേക്ക് പതിക്കുകയല്ല വേണ്ടത്. അനാചാരങ്ങളിലേക്കും ചൂഷണങ്ങളിലേക്കും എത്തിപ്പെടുകയല്ല നമ്മൾ വേണ്ടത്. അള്ളാഹുവോട് ചോദിക്കുക. അങ്ങനെ ചോദിക്കാതെ മറ്റു മാർഗങ്ങൾ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, ജീവിത സാഫല്യത്തിന് വേണ്ടി, നമ്മുടെ സദുദ്യമങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഫഖദ് കദ്ദബതും, അത് നിങ്ങൾ പടച്ച റബ്ബിന്റെ ഹലാലായ ആത്മീയമായ പ്രാമാണികമായ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും പ്രവാചകന്മാരുടെയും ഒക്കെ പാതകളെ നിന്ദിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാം. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹു പറയുന്ന 40-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനിലെ 60-ാമത്തെ സൂക്തത്തിൽ വഖാല റബ്ബുകും ഉദ്ഉനി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്, റബ്ബുകും ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കുക, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്കുള്ള ആരാധനയിൽ, പ്രാർത്ഥനയാകുന്ന ആരാധന നിർവഹിക്കാതെ ആരാണോ അഹങ്കരിക്കുന്നത് എങ്കിൽ, അതൊന്നും ഇനി ശരിയാവുകയില്ല എന്ന് പറയുന്നത് എങ്കിൽ, തീർച്ചയായിട്ടും സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന്. അവ അള്ളാഹിനോട് ചോദിക്കാതെ, അള്ളാഹിനോട് പ്രാർത്ഥിക്കാതെ കഴിയുന്നത് എന്ന് പറയുന്നത് അഹങ്കാരമാണ് എന്നാ പറയുന്നത്. അൻ ഇബാദത്ത് എന്നാ പറഞ്ഞത്. അപ്പൊ പ്രാർത്ഥന, അള്ളാഹിനോട് സഹായം ചോദിക്കൽ, ഇസ്തിഗാസ ചെയ്യൽ, ആഗ്രഹം പറയല്, ഇതൊക്കെ ഇബാദത്താണ്. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത് അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ പ്രാർത്ഥന, ഹുവൽ ഇബാദ അത് തന്നെയാണ് ആരാധന. മറ്റൊരു ഹദീസിൽ അദ്ദുആഉ വഹുൽ ഇബാദ, തീർച്ചയായിട്ടും പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ്, ആരാധനയുടെ മർമ്മമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലാഹുവോട് ചോദിക്കുക, അല്ലാഹ് നമ്മെ തൊട്ടകലുകയില്ല. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 186-ാമത്തെ ആയത്തിൽ വഇദാ സഅലക ഇബാദി അന്നി, പ്രവാചകരെ എന്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, ഫഇന്നി ഖരീബ്, തീർച്ചയായും ഞാൻ സമീപസ്ഥനാണ്. അല്ലാഹു പറയാ, ഇത്രയും സാമീപ്യമുള്ള അള്ളാഹിനെ വിട്ട് ഏത് കേന്ദ്രങ്ങളിലേക്ക്, ഏത് വസ്തുക്കളിലേക്ക്, ഏത് ചരടുകളിലേക്ക്, ഏലസുകളിലേക്ക്, ഏത് ആൾദൈവങ്ങളിലേക്ക്, ജ്യോത്സ്യന്മാരിലേക്ക്, സിദ്ധന്മാരിലേക്കാ പോകാനുള്ളത്? ജ്യോത്സ്യൻ തിരുവനന്തപുരത്ത് ബൈക്ക് മോഷണം പോയി, ജ്യോത്സ്യന്റെ ഒരു പ്രഗത്ഭനായ ജ്യോത്സ്യന മോഷണം പോയി, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തതാണ്. സോഷ്യൽ മീഡിയകളിലും പത്രങ്ങളിലും ഒക്കെ നമ്മൾ വായിക്കുകയുണ്ടായി. കബഡി നിരത്തി വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ചുകൊണ്ട് ഭാവിയിലെ കാര്യങ്ങളും കാണാമറയത്തുള്ള കാര്യങ്ങളും ഒക്കെ പറയാൻ സാധിക്കുന്ന ആളുകളാണ് എങ്കിൽ സ്വന്തം ബൈക്ക് പോയത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മകളെ നഷ്ടപ്പെട്ടു, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക, കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മുടെ സ്വർണം നഷ്ടപ്പെട്ടാൽ, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടാൽ, നമ്മുടെ ആഗ്രഹങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അതിൽ രാശി തിരിച്ച് നക്ഷത്രങ്ങളെ എണ്ണിക്കണക്കാക്കി കബഡി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നമ്മുടെ കാര്യങ്ങൾ നിവർത്തിച്ചു തരുമെന്ന് വിചാരിക്കുന്നവനേക്കാൾ വിഡ്ഢി ആരാണ് ഈ ലോകത്തുള്ളത്? അല്ലാഹു പറയാ, വഇദാ സഅലക ഇബാദി അന്നി, പ്രവാചകരെ എന്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, തീർച്ചയായും ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവൻ, ചോദിക്കുന്നവൻ, ആഗ്രഹം ബോധിപ്പിക്കുന്നവൻ എന്നോട് ചോദിക്കട്ടെ, ഉജീബ്, ഞാൻ അവന് ഉത്തരം നൽകും. ഫൽയസ്തജീബു ലി, എന്റെ ആഹ്വാനം, ഈ പറയുന്ന മാർഗം അവർ സ്വീകരിക്കട്ടെ. വൽയുമിനു ബി,
എങ്കിൽ അവർ വിശ്വാസം അർപ്പിക്കട്ടെ എന്ന അള്ള പറയാ. എങ്കിൽ വിശ്വാസം അർപ്പിക്കട്ടെ, ലഅല്ലഹും യർശുദൂൻ, അതാണ് അവരുടെ സന്മാർഗ വഴി. നേരെ ചൊവ്വെ ചൂഷണത്തിന് വിധേയപ്പെടാതെ, സമ്പത്ത് അന്യായമായി നഷ്ടപ്പെടാതെ, അനാചാരങ്ങൾ വരാതെ, ആരെങ്കിലും അഭിമാനത്തോടെ അന്തസ്സോടെ ഇസ്സത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, ഒരു പടപ്പിന്റെ മുമ്പിൽ തലകുനിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, പടച്ചറബിനോട്, അള്ളാഹുവിനോട്, ഏകനായ സൃഷ്ടാവിനോട്, അവനോട് മാത്രം നിങ്ങൾ ചോദിക്കുക എന്ന് പറയാൻ. അത് തന്നെയാ റസൂലും പറഞ്ഞത്. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യസ്അലഹു, അള്ളാഹുവോട് ചോദിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. വമൻ ലം യസ്അലഹു ഫയുഗ്ളബ അലൈഹി, ആരാണോ ചോദിക്കാതെ നടക്കുന്നത് എങ്കിൽ അവരുടെ മേലെ അള്ളാഹ് കോപിക്കുക. അള്ളാന്റെ ഖജാന വിശാലാണ്. അള്ളാഹിനോട് ചോദിച്ചു വാങ്ങുക. അള്ള കരീമാൻ, അള്ള ഗഫൂറാൻ, അള്ള വദൂദാൻ, അള്ള സമീആൻ, അള്ള അലീമാൻ, അള്ള മുഹീത്താൻ, അള്ള ജബ്ബാറാൻ, അള്ള മുതകബ്ബിറാൻ. ലോകത്തൊരാൾക്കും അള്ളാഹിനെ പോലെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ ലോകം നിയന്ത്രിക്കും CM എന്ന് പറയാം. പക്ഷെ ലോകം നിയന്ത്രിക്കുന്ന CM മരിച്ചു പോയിട്ടുണ്ട്. സ്വന്തം ആത്മാവിനെ പിടിച്ചു വെക്കാനും മരിക്കാതിരിക്കാനും പോലും സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു വിഷയം. ഇങ്ങനെ മനുഷ്യൻ ചിന്തിക്കൂല. കാരണം അങ്ങനെയാ, മനുഷ്യൻ എപ്പോഴും അതിന്റെ മാറ്റെടുത്തല. ഏർവാടിയിലേക്ക് ആദ്യമായി വാഹനം എടുത്ത് എന്നിട്ട് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏർവാടിയിൽ പോയൊരു കുടുംബം. ആ കുടുംബത്തോട് അവർ തിരിച്ചു വരുന്ന സമയത്ത് ആക്സിഡന്റ് സംഭവിച്ചു. ചില ജാറങ്ങളിലൊക്കെ പോയിട്ട് അങ്ങനെയാ, അവിടെ ഇങ്ങനെ പൂജിച്ച് ഒരു പ്രത്യേക കാര്യങ്ങൾ ഹാവഭാവങ്ങളൊക്കെ കാണിക്കും. എന്നിട്ട് ഒരു പച്ച, അങ്ങനെയാണല്ലോ കംപ്ലീറ്റ് പച്ചപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പച്ച തുണിയുടെ ഒരു ഭാഗം തരും, അത് സ്റ്റിയറിംഗിന്റെ ഭാഗത്ത് കെട്ടിയിടുക. പിന്നെ അപകടം സംഭവിക്കൂലാതാ. അങ്ങനെ കെട്ടിയിട്ട് വന്ന കുടുംബം ആക്സിഡന്റ് ആയി. വലിയ അപകടം സംഭവിച്ചില്ല, പക്ഷെ ആക്സിഡന്റ് ആയി, പരിക്ക് പറ്റി. അതേപോലെ തന്നെ കാറിനും ഡാമേജ് ഉണ്ടായി. അപ്പൊ ചോദിച്ചു ഇപ്പൊ എന്തുണ്ടായി എന്ന്. അപ്പൊ പറയുന്നത് എന്താ, അത് അവിടുന്ന് വരണോണ്ട് കേസിലായി, ഇങ്ങനെയെങ്കിലും കേസിലായി. മനസ്സിലായില്ലേ? ഇങ്ങനെ മനുഷ്യൻ ചിന്തിക്കുക. നേരെ ഉൾട്ടായിട്ടാണ് മനുഷ്യൻ ചിന്തിക്കുക. അവിടെ പോയി വരുന്നത് കൊണ്ട് ഇങ്ങനെയെങ്കിലും കേസിലായി, അല്ലെങ്കിൽ ദിമ്മി നിൽക്കൂലായിരുന്നു എന്ന്. അങ്ങനെ അതല്ല, അവിടെ പോയി വന്നതുകൊണ്ടും പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? അല്ലാഹുവോട് പറയാ, നബിയെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, ഒരാളിലും ഒന്നിനും പങ്കു ചേർക്കുകയില്ല എന്ന് റസൂലെ താങ്കൾ അങ്ങ് പഠിപ്പിക്കണം, ഉച്ചസ്ഥലം പ്രഖ്യാപിക്കണം, സഹാബികൾ അറിയിക്കണം. സൂറത്തുൽ ജിന്നിലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ വഴി എന്ന് പറയുന്നത്. അള്ളാഹിനോട് ചോദിക്കുക. എന്ത് മുഷ്കില, എന്ത് മുസീബ, പല മുസീബത്തുകൾക്കിടക്കാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം റബ്ബിനോട് ചോദിച്ചാൽ മതി. അത് തന്നെയാണ് ഫുത്തൂഹുൽ ഗൈബില് മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി. പല ആളുകളും മൊഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കുക, നമ്മുടെ തങ്ങന്മാരോട് ചോദിക്കുക, പടപ്പുകളോട് ചോദിക്കുക. മൊഹീദ്ദീൻ ശൈഖ് പറഞ്ഞു, ലാ തഷ്കുവന്ന, നീ ഒരിക്കലും ആവലാതി ബോധിപ്പിക്കരുത്, ഫി ഹാലത്തിൽ ബലിയത്തി, പരീക്ഷണത്തിന്റെ സമയത്ത്, ഇലാ അഹദിൻ മിൻ ഖൽഖില്ല, അള്ളാഹ്ക്ക് പുറമെയുള്ള ഒരൊറ്റ പടപ്പിനോടും നീ ആവലാതി ബോധിപ്പിക്കരുത്. അങ്ങനെ നീ ആവലാതി പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അഭൗതികമായി അള്ളാഹു അല്ലാത്ത വഴികളെ, മാർഗങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഫദാലിക ഇശ്റാഖും മിൻക ബിഹി, അത് നിന്നിൽ നിന്ന് വരുന്ന ശിർക്കാണ് എന്ന് പറയാം. ആരാണ് പഠിപ്പിക്കുന്നത്? മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി. എവിടെയാ പഠിപ്പിക്കുന്നത്? ഫുത്തൂഹുൽ ഗൈബ് എന്ന ഗ്രന്ഥത്തിൽ. ഇതേ മൊഹീദ്ദീൻ ശൈഖിന്റെ മാലപ്പാട്ട് ഉണ്ടാക്കുന്നവർ, ആ മൊഹീദ്ദീൻ ശൈഖിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, ആഗ്രഹം ചോദിപ്പിക്കുന്നവർ, വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന ഓവറായിട്ടുള്ള പ്രസ്താവനയും മാലപ്പാട്ടും മൊഹീദ്ദീൻ ശൈഖിന് പരിചയമില്ല. അദ്ദേഹം രചിച്ച പുസ്തകതാണ്. നീ അള്ളാഹ്ക്ക് പുറമെയുള്ള ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മൊഹീദ്ദീൻ ശൈഖ് തുടർന്ന് പറയാ, ലാ ളറ, അവർക്ക് നിന്നെ ഉപദ്രവിക്കാൻ സാധ്യമല്ല, വലാ നാഫിഅ, നിനക്ക് ഉപകാരം ചെയ്യാൻ സാധ്യമല്ല, വലാ റാഫിഅ, നിന്നെ ഉയർത്താൻ സാധ്യമല്ല. അല്ലെ, പ്രമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ, ഉയർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ, സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ പലതും ചെയ്യുന്നത്. അതേപോലെ തന്നെ അപകടങ്ങൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ വരരുത്, അക്രമങ്ങൾ വരരുത്, പ്രതിരോധിക്കാൻ വേണ്ടിയാണല്ലോ. എങ്കിൽ മൊഹീദ്ദീൻ ശൈഖ് പറയാ, വലാ റാഫിഅ, അള്ളാഹ്ക്ക് പുറമെയുള്ള ഒരാൾക്കും നിന്നെ ഉയർത്താൻ സാധ്യമല്ല, വലാ ദാഫിഅ, നിനക്ക് വരാൻ സാധ്യതയുള്ള അപകടങ്ങളെ, പരീക്ഷണങ്ങളെ, പ്രയാസങ്ങളെ പ്രതിരോധിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടത്? ഫഅലൈക ബിൽ ഇസ്തിഗാസതി ഇലൈഹി, അള്ളാഹുവോട് തേടിക്കോ എന്ന് പറയാൻ. ആ തേട്ടമാണ് നമ്മൾ നടത്തേണ്ടത് ഏത് വിഷയത്തിലും. അതാണ് പ്രവാചകന്മാരുടെ പാത എന്ന് പറയുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് തേടി 7-ാം അധ്യായം 23. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് തേടി 11-ാം അധ്യായം 47, 71-ാം അധ്യായം 28. പഠിക്കുന്നവർക്ക് വേണ്ടി, ചിന്തിക്കുന്നവർക്ക് വേണ്ടി, റഫറൻസിന് വേണ്ടി വിശുദ്ധ ഖുർആനിന്റെ മൗലിക തത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യം, അതിലേക്ക് വിളിച്ചു നൽകുന്ന സൂക്തങ്ങൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുലേക്ക് തേടി 14-ാം അധ്യായം 40-41 സൂക്തം, 37-ാം അധ്യായം
100-ാമത്തെ ആയത്ത്, 26-ാം അധ്യായം 83-ാമത്തെ ആയത്ത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഒരുമിച്ച് തേടി. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 127, 128 സൂക്തങ്ങളിൽ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം തേടി 29-ാം അധ്യായം 30-ാം സൂക്തം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 12-ാം അധ്യായം 101-ാം സൂക്തം. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 21-ാം അധ്യായം 87-ാം സൂക്തം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗം ബാധിച്ചു. വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം 83-ാം സൂക്തം. അന്നി മസ്സനി യദുർ, അല്ലാഹുവേ എനിക്കിതാ പ്രയാസം ബാധിച്ചിരിക്കുന്നു. ഇതിങ്ങനെ ആയത്ത് വെച്ച് നമ്പർ വെച്ച് പറയാൻ കാരണം എന്താ? ഇതാ പ്രവാചകന്മാരുടെ പാത. ഒരു പ്രവാചകനും മറ്റൊരു പ്രവാചകനോട് തേടിയിട്ടില്ല. എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവോട് മാത്രം. ഈ പ്രവാചകന്മാരുടെ 10-25ഓളം പ്രവാചകന്മാര് വ്യത്യസ്ത പരീക്ഷണങ്ങളിൽ അകപ്പെട്ട ചരിത്രത്തിലെ നിർണായക നിമിഷങ്ങളും പരീക്ഷണ ഘട്ടങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് അതിൽ അവർ സ്വീകരിച്ച നിലപാട് പറയാം. ഒരു ജാറങ്ങളിലേക്ക്, ഒരു കേന്ദ്രങ്ങളിലേക്ക്, ഒരു ഏലസിലേക്ക്, ഒരു ഐക്കലിലേക്കും ഒന്നിലേക്കും അവർ പോയിട്ടില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം 27-ാം അധ്യായം 19-ാം സൂക്തം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 28-ാം അധ്യായം 16-ാം സൂക്തം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 5-ാം അധ്യായം 114-ാം സൂക്തം. അതേപോലെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്താന സൗഭാഗ്യത്തിന് വേണ്ടി എവിടേക്കാ പോയത്? എവിടേക്കും പോയില്ല, അള്ളാഹുവിലേക്ക് മാത്രം. 3-ാം അധ്യായം 38-ാം സൂക്തം. 21-ാം അധ്യായം 89-ാം സൂക്തം. അള്ളാഹുവോട് പറയാ, ലാ തദർനി ഫർദ, അല്ലാഹുവേ എന്നെ നീ ഒറ്റക്കാക്കി വിടരുത് എന്ന് അള്ളാഹു സ്വീകരിച്ചു. യഹ്യാ നബിയെ മകനായി നൽകി. അതിലേക്കൊന്നും ഞാൻ കടക്കടില്ല. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 12-ാം അധ്യായം 86-ാം സൂക്തം തേടിയത് എന്താ? ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ഇന്നമാ അഷ്കു, ഞാൻ എൻ്റെ എല്ലാ ശിക്കായത്തും എല്ലാ ആവലാദികളും ഞാൻ അള്ളാഹുവിനോടാണ്. എൻ്റെ ആവലാദികളും വേവലാദികളും ആഗ്രഹങ്ങളും എനിക്ക് പറയാനുള്ളത് എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാ. ഏത് സമയത്താ ഇത് പറയുന്നത്? യൂസുഫ് നബിയെ നഷ്ടപ്പെട്ടു, പിന്നീട് ബിന്യാമീനെയും നഷ്ടപ്പെട്ട സമയത്ത് എനിക്ക് എന്നാലും എന്റെ റബ്ബിനോട് മാത്രമാണ് ആവലാതി പറയാനുള്ളത്. ഇതാണ് പ്രവാചക പരമ്പരകളിൽ പരീക്ഷണ സമയങ്ങളിൽ അവർ നിർവഹിച്ച പ്രാർത്ഥനകൾ. പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത്. ഈ പാതയിൽ, ആ പ്രാർത്ഥനയുടെ പാതയിലും പാടത്തിലും നിലക്കൊണ്ട പ്രവാചകനും പ്രഖ്യാപിച്ചു, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന്. ഇത് തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ ഇസ്ലാമിക ഉമ്മത്ത് ഓരോ മസ്ജിദിലും അതല്ലെങ്കിൽ വീട്ടിലുമൊക്കെ നമസ്കരിക്കുന്ന സമയത്ത് ഓരോ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ നിർബന്ധം എന്ന നിലക്ക് പാരായണം ചെയ്യുമ്പോൾ അല്ലാഹുവോട് പറഞ്ഞ് പ്രതിജ്ഞ പുതുക്കുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അല്ലാഹുവിൽ വരമേൽപ്പിക്കുക, അവനോട് ചോദിക്കുക, അവനിൽ നിന്ന് സഹായവും അഭൗതികമായിട്ടുള്ള ആഗ്രഹ സഫലീകരണ മാർഗങ്ങളും കാര്യങ്ങളും പ്രതീക്ഷ അർപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ പാതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുന്ന സൂക്തങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് തവക്കുൽ നഷ്ടപ്പെടാതെ, തൗഹീദ് നഷ്ടപ്പെടുത്താതെ മുതവക്കിലീങ്ങളായി ജീവിക്കുന്ന മുസ്ലിമീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرى الله وأشهد أن لا إله إلا الله وحده لا شريك له صلى الله على نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, മഴ കനത്തുകൊണ്ടിരിക്കുകയാണ്. മഴയോടനുബന്ധിച്ചുള്ള പല പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മളിൽ പലരും അനുഭവിക്കുന്നുണ്ട്. നമ്മൾ പത്രമാധ്യമ മീഡിയകളിലൂടെയൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മൾ കരുതേണ്ട ചില കാര്യങ്ങൾ മുമ്പത്തെ ഖുതുബയിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ആദ്യത്തെ ഖുതുബയിൽ ഇന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥന തന്നെയാണ്. നമുക്ക് ഈ മഴ അനുഗ്രഹത്തിലപ്പുറം പരീക്ഷണമായി തീരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന്റെ സാധ്യത മനുഷ്യന്റെ കൈകടത്തലുകൾ കൊണ്ടാണ്. ആ പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. മഴ കൂടിയത് കൊണ്ടല്ല. കാരണം നമ്മുടെ നിർമ്മാണ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ, പണ്ട് വെള്ളം ഒഴുകിയ ഭാഗത്ത് ഇന്ന് വീടുണ്ട്. അപ്പൊ ആ വെള്ളത്തിന്റെ ഒഴുക്ക് പണ്ടത്തെ പോലെ തന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ആ ഒഴുക്ക് ചിലപ്പോൾ വീടിന്റെ ഡൈനിങ് ഹാളിലൂടെ ആയിത്തീരും എന്നതാണ്. അപ്പൊ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയ മാറ്റങ്ങൾ അനുസരിച്ച് അതിന്റെ കെടുതികളും പ്രയാസങ്ങളും സ്വാഭാവികമായി ഉണ്ടാകും. അതിൻ്റെതായ ഒരു പ്ലാനിങ്, അങ്ങനെയുള്ള വികസന പദ്ധതികൾ അതുണ്ടാകണം. അതുണ്ടാകാത്തതിന്റെ ദുരന്തം ഇനിയും ജോയിമാരുണ്ടാവുകയും ചെയ്യും. അത് ആ രൂപത്തിലാണ്. കാരണം അത് മാലിന്യമായിരുന്നാലും അതേപോലെ ശുചിത്വ വിഷയമായിരുന്നാലും കെട്ടിട നിർമ്മാണങ്ങളായിരുന്നാലും ഏത് കാര്യത്തിലും ഒരു ഇക്കോ ഫ്രണ്ട്ലി സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും അഭൗതികമായ ഒരു സംരക്ഷണം അള്ളാഹുവിൽ നിന്ന്
ലഭിക്കണം. അതുകൊണ്ട് മഴ പെയ്യുന്ന സമയത്തൊക്കെ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഉപകാരപ്രദമായ മഴയെ നീ നൽകണം എന്ന ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ മിമ്പറിൽ വെച്ച് തന്നെ ആ പ്രാർത്ഥന നമ്മൾ പങ്കുവെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പ്രാർത്ഥിച്ച എത്ര പേർ, അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്ന എത്ര പേർ ആത്മീയമായ ആ ശ്രദ്ധ കൊടുത്ത് ഈ കൂട്ടത്തിലുണ്ട്, ഞാനും നിങ്ങളിലും ഉണ്ട് എന്ന് ആലോചിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാതെ അള്ളാഹ് എങ്ങനെ പരിഗണിക്കാനാണ് എന്ന് ആദ്യത്തെ ഖുതുബയിൽ ആമുഖമായി ഓതിവെച്ച ആയത്തിൽ തന്നെ അള്ളാഹ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, ഈ മഴ കൂടുകയാണ് എങ്കിൽ, പ്രയാസം വരികയാണ് എങ്കിൽ നമുക്ക് ആവശ്യത്തിന് ലഭിച്ചു, ലഭിക്കാത്തവർക്ക് ലഭിക്കട്ടെ എന്ന നിലക്ക് അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, തുടർന്നും ആ പ്രാർത്ഥന ഉണ്ട്. മിനിമം അങ്ങനെയെങ്കിലും അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുവേ ഞങ്ങൾക്ക് കിട്ടി, ഇനി മറ്റുള്ളവരിലേക്ക് കിട്ടാത്തവരിലേക്ക് നീ എത്തിക്കണമെന്ന്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അള്ളാഹുവിനോട് നമ്മൾ ഈ മഴയും അതിന്റെ കെടുതിയിലും പ്രയാസങ്ങളിലും ഒക്കെ, പ്രയാസങ്ങൾ വലിയ രൂപത്തിൽ ഏൽക്കാത്ത ആളുകൾ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് ഓർക്കണം. അതിന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ശുക്ർ നമ്മൾ വർദ്ധിപ്പിക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ പത്രം എടുത്ത് വായിക്കുമ്പോൾ പല വീടുകളും തകർന്നു, ഒരു 10-70-ലധികം വീടുകളെ തകർന്നു കഴിഞ്ഞു കോഴിക്കോട് ജില്ലയിൽ. അതേപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ, ആക്സിഡന്റ് സംഭവിച്ചു, പല ആളുകൾക്കും ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. അപ്പൊ അവരെയൊക്കെ നമ്മൾ അറിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ സമ്പത്ത് എന്ന അനുഗ്രഹത്തിൽ നിന്ന് ഒരു പോർഷൻ പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി കൊടുക്കണം. ജോലി നഷ്ടപ്പെട്ട് വീട്ടിലായി പോയ ആളുകൾ ഉണ്ടാവും, പറയുകയില്ല മറ്റുള്ളവരോട്, ഒരു ഭക്ഷണ കിറ്റ് അവർക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾ ജുമയിൽ പങ്കെടുക്കുന്നതും ജമാഅത്ത് നിസ്കരിക്കുന്നതും ഹജ്ജിനൊക്കെ പോയി വന്നതും ഒരു വലിയ ലക്ഷ്യത്തിൽ ഒന്നായി തീർന്നതൊക്കെ എന്തിനു വേണ്ടിയാ? പാവപ്പെട്ട മറ്റുള്ളവർക്ക് വേണ്ടി ഈ സമൂഹത്തിന്റെ കൂടെ ഈ നന്മയിൽ ഉണ്ട് എന്നതിന്റെ അറിയലും അറിയിക്കലുമാണ് സംഘടിതമായ ഇസ്ലാമിലെ അനുഷ്ഠാന മുറകളും ആരാധനകളും ഒക്കെ നിർവഹിച്ച് പുറത്തേക്ക് പോണത്. അതല്ലാതെ ഒരു യാന്ത്രികമായി വെള്ളിയാഴ്ച ജുമയെ പങ്കെടുക്കുക, പോവുക, നൂറ് അസ്രം ജമാഅത്തിന് വരിക, പോവുക, ഇതിനു വേണ്ടിയിട്ടല്ല. എന്തിനാണ് ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റി, എന്തിനാണ് ഈ സംഘടിത അനുഷ്ഠാന മുറകൾ എന്ന് ചോദിച്ചാൽ, സംഘടിതമായ സാമൂഹ്യ നന്മക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കണം. എനിക്ക് അള്ളാഹ് സമ്പത്ത് നിഅമത്തായി തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു 1000 രൂപ കിറ്റ് ആരാ പ്രയാസപ്പെടുന്ന കൊണ്ടുപോയി കൊടുക്കണം. എനിക്ക് കോർഡിനേഷൻ സ്കില്ലുണ്ട്, ഞാനതിങ്ങനെ കോർഡിനേഷൻ ചെയ്യാം. അതേപോലെ തന്നെ എനിക്ക് സ്വാധീനമുണ്ട്, ഒന്നിങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്നാളെ കൊണ്ട് കൊടുപ്പിക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ സ്വാധീനം അതൊരു നിഅമത്താണ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ അതൊരു നിഅമത്താണ്, നമ്മുടെ സമ്പത്ത് നിഅമത്താണ്, ആരോഗ്യ നിഅമത്താണ്. ഇനി ഒരു സമ്പത്തില്ലാത്ത ആളുകൾ, നമുക്ക് ഹെൽത്ത് ഉണ്ടാകും, ഹെൽത്ത് ഈസ് വെൽത്ത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മാൻ പവർ എന്ന് പറയുന്നത് വലിയ സംഗതിയാണ്. സമ്പത്തുള്ള ആളുകൾക്ക് വരെ ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പൊ യുവാക്കളായ ആളുകൾ ഇറങ്ങിത്തിരിക്കുക, നാടിനു വേണ്ടി, പരിസരങ്ങൾക്ക് വേണ്ടി, മഹലിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, നിരാലംബർക്ക് വേണ്ടി, യൗവനം നന്മയിലാകട്ടെ ഇറങ്ങി തിരിച്ചുകൊണ്ട് പറയുക. എന്നിട്ട് ഞങ്ങൾ പോയി കൊണ്ടു കൊടുക്കാം, അവിടെ ഞങ്ങൾ വൃത്തിയാക്കാം. ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് എനർജി പിന്നെ തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്ന, ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചകളെ ഈ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. അത് അള്ളാഹുവിന്റെ ദീനിന്റെ ഭാഗമാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാരാ? ജനങ്ങളിൽ വെച്ച്, മനുഷ്യരിൽ വെച്ച് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ അൻഫഉഹും ലിന്നാസ്. ആരാണോ മനുഷ്യർക്ക് ഏറ്റവും ഉപകാരിയായി തീരുന്നത് എങ്കിൽ അവനെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ്. അപ്പൊ അതിനാണ് ഹജ്ജും അനുഷ്ഠാന മുറകളും ജമാഅത്തും ജുമയും ഒക്കെ അള്ളാഹിന് ഇഷ്ടം നേടാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാനുള്ള എനർജി നമ്മൾ സമ്പാദിക്കുകയാണ്. അപ്പോ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരിൽ ഉൾപ്പെടെ മനുഷ്യോപകാരപ്രദമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ സജീവരായി തീരേണ്ടതുണ്ട്. നമ്മൾ ഉണ്ടായിരിക്കെ നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മുടെ കുടുംബത്തിലെ ആളുകൾ, നമ്മുടെ അയൽപ്പക്കത്തിലെ ആളുകൾ, നമ്മുടെ സമൂഹത്തിലെ ആളുകൾ തനിച്ചാകരുത്, ഒറ്റപ്പെട്ടു പോകരുത് എന്ന നിർബന്ധ ബുദ്ധി, നിഷ്കർഷ തീർച്ചയായിട്ടും നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൽ ഉണ്ടാകണം. അതേപോലെ തന്നെ മഴക്കാല രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളറയും ടൈഫോയിഡും അതേപോലെ മഞ്ഞപ്പിത്തം, എലിപ്പനി, ചിക്കൻഗുനിയ, ഡെങ്കിപ്പനി, അങ്ങനെ വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ പരമാവധി പ്രതിരോധം എന്ന നിലക്ക് തന്നെ മുന്നോട്ട് പോകണം. വെള്ളം, ഭക്ഷണം, കാര്യങ്ങൾ, അതിന് ശുചിത്വം, ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നമ്മൾ ശുചിത്വം പാലിക്കുമ്പോൾ മറ്റുള്ളവരുടെ ശുചിത്വം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് ആമഴിഞ്ചാൻ തോട്ടിൽ ഒരു മനുഷ്യന്റെ ജീവൻ ഹനിക്കപ്പെട്ടതിന്റെ കാരണം എന്താ? വൃത്തിയാക്കാൻ പറ്റാത്ത കോലത്തിലേക്ക് മനുഷ്യൻ സാമൂഹിക അവബോധവും ശുചിത്വബോധമൊക്കെ നഷ്ടപ്പെടുത്തി തന്നിൽ നിന്നുള്ള വേസ്റ്റ് എവിടേക്ക് കൊണ്ടുപോയിട്ടാലും കുഴപ്പമില്ല എന്നതിന്റെ ഒരു ദുരന്ത കഥാപാത്രമാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നൗഷാദ് എന്ന് പറയുന്ന സഹോദരൻ ഇറങ്ങിയിട്ട് കോഴിക്കോട് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ.
അപ്പൊ ഇങ്ങനെയുള്ള രംഗങ്ങൾ നമ്മളെ കൊണ്ട്, നമ്മൾ വലിച്ചെറിയുന്ന ഒരു കുപ്പി കൊണ്ട്, ഒരു വേസ്റ്റ് കൊണ്ട് ഉണ്ടാകരുത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും അങ്ങനെ വല്ല സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലോ പ്രദേശത്തോ കനാലിലോ തോട്ടിലോ പുഴയിലോ നമ്മുടെ പ്രാദേശിക ചുറ്റുപാടിലോ ഗ്രാമീണ അന്തരീക്ഷങ്ങളിലോ നമ്മുടെ വാർഡുകളിലോ ഉണ്ട് എങ്കിൽ നമ്മൾ ഉയർന്ന് ചിന്തിക്കണം. അതിനൊക്കെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുകയും ചർച്ച ചെയ്യുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്യേണ്ടവരാണ്. ഒരു മുസ്ലിം ഒരിക്കലും കാഴ്ചക്കാരായി നിൽക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ച ദീനിന്റെ ചെറുതും വലുതുമായ സർവ്വ നന്മകളിലും അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ തുറവെ നമ്മൾ മറ്റുള്ളവരുടെ പ്രയാസം നീക്കലാണ് എന്ന നിയ്യത്തോടുകൂടി ഇറങ്ങി തിരിച്ചുകൊണ്ട് സൽക്കർമ്മനിരതമായി ആത്മീയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്ന, പച്ചപ്പിക്കുന്ന യഥാർത്ഥ മുവഹിദുകളിലും മുസ്ലിങ്ങളിലും മുഅ്മിനീങ്ങളിലും അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും നാഥൻ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ